ഇന്നത്തെ വീഡിയോ ഫോണ്ടന്റ് ക്ലാസിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഫോണ്ടന്റ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. തീർച്ചയായിട്ടും ബിഗിനേഴ്സിനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് ടൂൾസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെയധികം എളുപ്പത്തിൽ ഒരു ബിഗിനർക്കായാലും കൊച്ചുകുട്ടികൾക്കായാലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫോണ്ടന്റ് കേക്ക് ഡിസൈൻസ് ആണ്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലത്തെ ഫോണ്ടന്റ് കേക്കിന്റെ മുകളിലായാലും വിപ്പിംഗ് ക്രീം കൊണ്ടുള്ള കേക്കിന്റെ മുകളിലായാലും ഫോണ്ടന്റ് കൊണ്ട് ഡെക്കറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു കേക്കിന്റെ മുകളിൽ തന്നെ ആട്ടോ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അടിയിൽ ഒരു ബോർഡർ കൊടുക്കാനായിട്ട് ഒരു ഫോണ്ടന്റിലേക്ക് കുറച്ച് ഗ്രീൻ കളർ ആക്കിയിട്ടുണ്ട്. അതൊന്ന് കുഴച്ച് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നീളത്തിലങ്ങ് കട്ട് ചെയ്ത് ജസ്റ്റ് അങ്ങ് ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. വിപ്പിംഗ് ക്രീമിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ വെറുതെ ജസ്റ്റ് അങ്ങ് വെച്ചിരുന്നാൽ മതി, അത് അവിടെ ഇരുന്നോളും. അതേപോലെ തന്നെ യെല്ലോ കളറും കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഒറ്റ പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആ ജോയിന്റ് വരുന്ന അവിടെ വെച്ച് ഒന്ന് ബാക്കിയുള്ളത് ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് മാറ്റും. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ അങ്ങ് ഇരുന്നോളും. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ റോസ് ഫ്ലവർ വെച്ച് കൊടുക്കാം. ഇത്രയൊക്കെ മതി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. ഇനി വേറൊരു ഡെക്കറേഷൻ കാണിക്കാം. ഇതേപോലെ തന്നെ രണ്ട് കളർ കോമ്പിനേഷൻ എടുത്ത് നീളത്തിൽ ഉരുട്ടിയിട്ടുണ്ട്. ഇതിൽ കൈ വെച്ച് തന്നെ അങ്ങ് ഉരുട്ടിയതാണ്. ഈ ഷീറ്റിന്റെ മുകളിലിട്ടിട്ട് എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങ് പിരിഞ്ഞു വരും. ഒരുമിച്ച് നമ്മൾ അതിങ്ങനെ പിരിച്ചെടുക്കാൻ വേണ്ടി നോക്കിയാൽ പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ സമയത്ത് നടുവിൽ പിടിച്ചിട്ട് ഒരു സൈഡ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡ് ഒന്ന് തിരിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പിരിച്ചിട്ടതുപോലെ കിട്ടും. എന്നിട്ട് നമുക്കതെടുത്ത് അങ്ങനെ തന്നെ കേക്കിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ കേക്കിന്റെ സൈഡിലേക്കോ ഒക്കെ ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുക്കാം. അതിന്റെ മുകളിൽ ഒന്ന് കുറച്ച് വെള്ളം ചേർത്തൊന്ന് വെച്ച് കൊടുത്താൽ അതവിടെ ഒട്ടിയിട്ടുണ്ട്. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ, എളുപ്പത്തിൽ കഴിയില്ലേ. ഇനി ഇത് ഞാനിതങ്ങ് എടുത്ത് മാറ്റുകയാണ്. ആ റെഡ് കളർ ഒന്ന് മായച്ചു കൊടുക്കുകയാണ്. മായ്ക്കാനായിട്ട് നമ്മുടെ ഫോണ്ടന്റ് തന്നെ ശകലം വെള്ളത്തിലാക്കി പാച്ച് വർക്ക് നടത്തുന്ന മുമ്പേ പറഞ്ഞില്ലേ, അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ആ ഒരു കളർ അങ്ങ് മങ്ങി കിട്ടും. ഇനി നമുക്കൊരു സ്വീറ്റ് പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പൂച്ചയുടെ മീശയ്ക്ക് വേണ്ടിയിട്ട് ഫോണ്ടന്റ് ബ്ലാക്ക് കളറാക്കി മിക്സ് ചെയ്തിട്ട് പരത്തിയിട്ടുണ്ട്. അത് നീളത്തിലങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് എന്നിട്ട് ഒരേ സൈസിൽ ഒരു 6 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ബ്ലാക്കിൽ തന്നെ 2 കണ്ണും എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇത് മൂക്കിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ജസ്റ്റ് എടുത്ത് അതിന്റെ മുകളിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. ആദ്യം 2 കണ്ണും വെച്ചു, പിന്നെ മൂക്ക് വെച്ചു. അതിനുശേഷം അതിന്റെ വായ്ക്ക് വേണ്ടിയിട്ട് നീളത്തിലുള്ള ഒരു സ്ട്രിപ്പ് താഴോട്ടും വെച്ചു. ഒരു സ്ട്രിപ്പ് തന്നെ വളച്ചും വെച്ചു കൊടുത്തു. എന്നിട്ട് 6 മീശയും വരച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിന്റെ മുകളിൽ ചെവി വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടന്റ് തന്നെ എടുത്ത് ഒന്ന് കയ്യിൽ വെച്ച് ആ ഒരു ചെവിയുടെ ഷേപ്പിൽ കൈയുടെ ഒരു കോണ് പോലെ മുകളിലേക്ക് ഒരു കോണ് പോലെ ആക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തും കൊടുക്കാം, അത്രയേ ഉള്ളൂ. അതങ്ങ് പതുക്കെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നിൽക്കുന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് കുത്തി അങ്ങ് ഇറക്കിയിരുന്നാൽ മതി. എനിക്ക് കുത്തി ഇറക്കാൻ പറ്റില്ല, നമ്മുടെ കേക്ക് ടിന്നായത് അടിയിരിക്കുന്നതുകൊണ്ട്. ഇനി ഇതാ റെഡ് കളറിൽ ഒരു ചെറിയൊരു ഫോണ്ടന്റ് ചെറിയൊരു കഷ്ണം പീസ് എടുത്ത് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. കൊതിച്ച് നുണച്ചിരിക്കുന്ന നമ്മുടെ പൂച്ചക്കുട്ടി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എളുപ്പം കഴിഞ്ഞില്ലേ, പെട്ടെന്ന് കഴിയുന്ന ഒരു ഡെക്കറേഷനാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ കുട്ടികളുടെ പ്രിയപ്പെട്ട പെപ്പ പെഗിനെ ഉണ്ടാക്കാനായിട്ട് ഫോണ്ടന്റ് തന്നെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ടിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മളെടുത്ത് ഏത് ഷേപ്പിലുള്ള അടപ്പോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിനായിട്ടിപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് പെന്നിന്റെ ബാക്ക് സൈഡ് കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് നടുക്കേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതാണ് പെപ്പ പെഗിന്റെ മൂക്കാണ്. പെഗ് എന്ന് പറയുന്നത് കൊച്ചു പിഗാണ്, പന്നിക്കുട്ടിയാണ്. അതിലേക്ക് 2 കുഞ്ഞി കണ്ണും കൂടെ വെച്ച് കൊടുക്കുകയാണ്. പിഗിനൊക്കെ കുഞ്ഞി കണ്ണല്ലേ ഉള്ളത്, അത് വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു റെഡ് കളർ ഫോണ്ടന്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് ഒരു യു ഷേപ്പ് പോലെ ഒന്നാക്കി അവിടെ വെച്ച് കൊടുത്തു, അത്രയേ ഉള്ളൂ. യു ഷേപ്പാക്കി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് അത് വെച്ച് കൊടുത്താലും മതി. നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനലിൽ ഇതുപോലത്തെ ധാരാളം ഈസി റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ അത് എടുത്ത് മാറ്റാണേ. ഞാൻ അതുപോലെ തന്നെ ഒരു ഓളിൻ ഉണ്ടാക്കാം. ഓളിൻ ഉണ്ടാക്കാൻ എളുപ്പമാട്ടോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് ഫോണ്ടന്റ് എടുത്ത് ഒന്ന് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കാനേ. എന്നിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബ്ലാക്ക് കളർ കുറച്ച് ഫോണ്ടന്റിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് പരത്തി ഒന്ന്
റൗണ്ടിൽ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ച് കട്ട് ചെയ്തെടുത്തതാണ്. അതേപോലെ തന്നെ യെല്ലോ കളറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് സർക്കിൾസ് വെച്ച് കൊടുക്കാം. യെല്ലോയും ബ്ലാക്കും ആയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ആദ്യം ഒരു 7 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി അത് യെല്ലോയുടെ മേലെ ബ്ലാക്ക് ആയിട്ട് അടുത്ത റോയിൽ 6 എണ്ണം ആക്കി വെച്ചു. അത് 7 എണ്ണം 6 എണ്ണം 5 എണ്ണം അങ്ങനെയായിട്ട് കുറച്ച് കൊണ്ടുവരും. അത് ഏറ്റവും മുകളിൽ 2 എണ്ണം ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുമില്ല, നമുക്ക് ആ 2 സൈഡിലേക്കും ഒരു ഫ്ലാപ്പ് പോലെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചില്ലേ, അതങ്ങ് ആ ഒരു റാ ഷേപ്പിലുള്ള ഭാഗം ഈ ഒരു ഫ്രണ്ടിൽ വരത്തക്ക വിധത്തിൽ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ആ ഫ്രണ്ട് പോർഷൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് അമർത്തി അവിടെ ഒട്ടിച്ചു കൊടുക്കാം. സൈഡിലും അതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണേ. നമുക്ക് കുറച്ച് വെള്ളം വെച്ചൊന്ന് ഒട്ടിച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലാപ്പ് പോലെ അങ്ങനെ നിൽക്കും. ആ ഓളിൻ്റെ ആ ഒരു ചിറക് പോലെ കളർഫുൾ ഓളാണ് കേട്ടോ. ഇനി ബാക്കി അവിടെ നടുക്കുണ്ടായിരുന്ന ആ പോർഷനും കൂടെ ജസ്റ്റ് ഒന്ന് അവിടുന്ന് ഒരു പീസ് മുറിച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. എനിക്ക് കുറച്ച് ഫോണ്ടന്റിലേക്ക് ബ്ലൂ കളർ ആക്കിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വലിയ ഒരു വട്ടം ആയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. മൂങ്ങയുടെയൊക്കെ കണ്ണെന്ന് പറയുന്നത് ഇങ്ങനെ തള്ളി നിൽക്കുന്ന വലിയ കണ്ണല്ലേ, അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നടുക്കേക്ക് ഒരു ബ്ലാക്ക് കളറും കൂടെ കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ സർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫോണ്ടന്റിൻ്റെ റെഡ് ഫോണ്ടന്റിന് ഈ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്യുകയാണേ. ഡയമണ്ട് ഷേപ്പിൽ ഇപ്പുറത്തെ സൈഡും അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടത് 2 കണ്ണിൻ്റെ നടുക്കായിട്ട് അങ്ങ് വെച്ചെടുക്കുക. അടിപൊളി മൂങ്ങ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് പുരികവും കൂടെ വെച്ച് കൊടുക്കാം. അതേപോലെ വൈറ്റ് ഒന്ന് ഉരുട്ടിയിട്ട് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് 2 കുഞ്ഞി കാലും കൂടെ വെച്ച് കൊടുക്കാം. അതുപോലെ ഈ ഒരു ഷേപ്പിൽ നീളത്തിലങ്ങ് കട്ട് ചെയ്യാണ് 2 പീസ്. എന്നിട്ട് 2 സ്ക്വയർ ഷേപ്പിലുള്ള കട്ട് ചെയ്തിട്ട് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് മെലിച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും 2 കട്ടിങ് കൊടുക്കുക. വെറുതെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. 2 സൈഡിലേക്ക് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാലിങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നാനായിട്ട്. അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ, നല്ല അടിപൊളി ക്യൂട്ട് മൂങ്ങ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നുന്നില്ലേ. ശരിക്കും ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ, ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. ഇതൊക്കെ വളരെയധികം എളുപ്പമല്ലേ ഫോണ്ടന്റിന്റെ മേലെ ചെയ്യാനായിട്ട്. ഇത് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിന്റെ മുകളിൽ ചെയ്യാട്ടോ, പക്ഷെ നല്ലപോലെ ശ്രദ്ധിക്കണം. നന്നായിട്ട് തണുത്ത് നല്ല കട്ടിയായിരിക്കുന്ന ക്രീമിന്റെ മുകളിലേക്കേ വെക്കാവുള്ളൂ. ഫോണ്ടന്റ് മേലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ഈസി ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി സൈഡിലേക്ക് ഇങ്ങനെ ആ സൈഡിലുള്ള ഫ്ലാപ്പ് കുറച്ച് ആ ഒരു പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. അത് നമുക്ക് പിസ്സ കട്ടർ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിസ്സ കട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കത്തി വെച്ച് തന്നെ കട്ട് ചെയ്യാം. എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. പെർഫെക്റ്റ്, നല്ല അടിപൊളി മൂങ്ങാക്കുട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, അടിപൊളി. അപ്പം അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ഏത് കൊച്ചുകുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷൻസ് ആണ്. അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട്, ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള മോൾഡുകളോ കത്തിയോ അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചില്ല. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചുണ്ടാക്കിയിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫോണ്ടന്റ് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരുപാട് പേര് ഫോണ്ടന്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിയതിന് ഒന്നുകൂടെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.